ജനീവയിൽ അമേരിക്കയുടെ ഉത്തരം മുട്ടിച്ച് ഇറാൻ അവരുടെ കിളി പോയ 3 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഇറാന്റെ നിർദ്ദേശത്തിന് മുമ്പിൽ മധ്യസ്ഥർ പോലും സ്തംഭിച്ചു പോയി. സാധാരണഗതിയിൽ ഉത്തരം പറയാനില്ലാത്ത ഒരു പ്രയാസം അമേരിക്കക്ക് ഉണ്ടാവുകയാണെങ്കിൽ വേഗം അവർ ഇസ്രായേലിന്റെ സഹായം തേടും. എന്നിട്ട് ഇസ്രായേലുമായിട്ട് സംസാരിച്ച് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, നമ്മൾ എന്താണ് ഉത്തരം നൽകേണ്ടത് എന്ന് ചോദിക്കുകയും അതിനനുസരിച്ച് മറുപടി പറയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പോലും മറന്നു പോകുന്ന തരത്തിലായിരുന്നു ഇറാൻ വാക്ക് സാമർഥ്യം കൊണ്ട് അമേരിക്കയെ മുട്ടിടിപ്പിച്ചത്. ആയുധം കൊണ്ട് തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു, യുദ്ധം കൊണ്ട് തയ്യാറാണ് എന്ന് പറഞ്ഞു, ഇനി വാക്കുപയറ്റിലൂടെ നിങ്ങളൊന്ന് ജയിക്കി എന്നുള്ളതായിരുന്നു ഇറാൻ്റെ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇറാൻ പറഞ്ഞു അമേരിക്കയോട്, നിങ്ങളുടെ കമ്പനികൾക്ക് ഞങ്ങളുടെ എണ്ണപ്പാടത്ത് അവസരം നൽകാം, അതായത് പണം നിക്ഷേപിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് ഈ കമ്പനിയുമായിട്ട് എണ്ണ ഉൽപ്പാദനത്തിന് ഇറാനോട് സഹകരിച്ചു കൊണ്ട് പ്രവർത്തിക്കാം, നിക്ഷേപം നടത്താം, സഹകരിക്കാം, പ്രവർത്തിക്കാം. ഇത് യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടാത്ത രീതിയിൽ പ്രയാസപ്പെട്ടു. ഇത് വേണോ അല്ലെങ്കിൽ വേണ്ടേ? ഇത് നിഷേധിക്കണോ അംഗീകരിക്കണോ? സാമ്പത്തികപരമായിരിക്കുന്ന അഭിവൃദ്ധിയാണ് എല്ലാ കാലത്തും അമേരിക്കയുടെ ഉദ്ദേശം. അമേരിക്ക ലോകത്ത് എവിടെ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും അത് സമ്പത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ അധികാരം കിട്ടുക എന്നുള്ളത് അവിടുത്തെ രാജ്യത്തിൻ്റെ സമ്പത്ത് ഊറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ വെനിസുലയുടെ കാര്യം നമ്മൾ കണ്ടു. അവിടുത്തെ പ്രസിഡന്റിനെ നിക്കോളാസിനെ പിടിച്ചുകൊണ്ടതിന് ശേഷം പിന്നീട് ട്രംപിൻ്റെ പ്രഖ്യാപനം എന്താണ്? അവിടുത്തെ പെട്രോളിയം ഞങ്ങളുടെ നിയന്ത്രണത്തിനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പെട്രോളിയത്തിൻ്റെ നിയന്ത്രണം സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് എന്ത് പറഞ്ഞു? ഗസക്കാരെ വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റിയിട്ട് അവിടെ റിസോർട്ട് സ്ഥാപിക്കും, ടൂറിസ്റ്റ് കേന്ദ്രമാക്കും. നല്ല പ്രദേശമാണ്, മെഡിറ്ററേനിയൻ കടലിലെ തീരം ചേർന്നുള്ള ഒരു ദേശമായതുകൊണ്ട് അവിടേക്ക് നല്ല ആളുകൾ വന്നുകൊണ്ടിരിക്കും. ആ രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ സാമ്പത്തികത്തിൻ്റെ മുൻപിൽ എന്ത് ചെയ്തു എന്നറിയോ? ഇറാന് ആ തുള അങ്ങോട്ട് അടിച്ചു കൊടുത്തു. അതോടുകൂടി അമേരിക്ക വെട്ടിലായി. രണ്ടാമത് വീണ്ടും പറഞ്ഞ ഒരു കാര്യം കൂടി, അമേരിക്കയിൽ നിന്ന് പുതിയ വിമാനങ്ങൾ വാങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് പറഞ്ഞതോടുകൂടി ഒന്നും കൂടി പ്രതിസന്ധിയായി. അപ്പോൾ അമേരിക്കയുടെ വിമാനം ഞങ്ങൾ വാങ്ങാൻ വേണ്ടി താല്പര്യം, സൗഹൃദപരമായിരിക്കുന്ന ബന്ധം ഇറാനും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് മധ്യസ്ഥർ മുഖാന്തരം ഒരു രാജ്യം പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സ്തംഭിച്ചു പോകുന്ന മധ്യസ്ഥരും അതോടൊപ്പം തന്നെ അമേരിക്കയുമാണ്. അടുത്തത് പറഞ്ഞ് നിർത്തിയിട്ടൊന്നുമില്ല, യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. യുറേനിയത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവർ കയ്യിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആണവായുധം ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്, അമേരിക്ക പറയുന്നുണ്ട്. അത് ഏറെക്കുറെ ലോകം അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ തെളിവില്ലല്ലോ. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഈ 90%, 60 മുതൽ 90% ഈ അവരുടെ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേക്കുറിച്ചാണ് ചർച്ച ഉണ്ടായിരുന്നത്. അതിന് 60% ഉണ്ട് എന്ന് അമേരിക്ക സമ്മതിക്കുന്നു, അത് ഇറാൻ സമ്മതിക്കുന്ന കാര്യമാണ്. 90 ആക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ 60 മേൽ ഇറാൻ തുടങ്ങുന്നു. തങ്ങളുടെ കൈവശത്തിലുള്ള 60% സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഡയല്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ കാഠിന്യം കുറക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ പിന്നെ അവിടെയും മറുപടി പറയാനില്ലാതെ അതിന് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡയല്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഉപരോധം അപ്പാടെ പിൻവലിക്കണം. ഉപരോധം പിൻവലിക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ കാര്യങ്ങൾ ഞങ്ങൾ ക്ലിയർ ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്തായി? യഥാർത്ഥത്തിൽ അവർ കുടുങ്ങിപ്പോയി എന്ന് ചുരുക്കം. ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുത്തത് എന്ന് നമ്മൾ നോക്കാം. ചർച്ചയിൽ പങ്കെടുത്ത നിസ്സാര ആൾക്കാരൊന്നുമല്ല. ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി, രാഷ്ട്രീയ വിഭാഗം ഡയറക്ടറും ഉപവിദേശ മന്ത്രിയുമായിരിക്കുന്ന മജീദ് ടക്കത്ത് റവാത്തി, അവരാണ് ഇറാനെ പ്രതികരിച്ചത്. രണ്ടാമത്തത് ന്യൂക്ലിയർ സാങ്കേതിക വിദ്യയുടെ വിദഗ്ധർ അവിടെ എത്തിയിട്ടുണ്ട്. അമേരിക്ക പ്രതികരിച്ചുകൊണ്ട് സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൻ്റെ അമേരിക്കയുടെ US പ്രതിനിധിയാണ്. ജറദ് കുഷ്നർ എന്ന് പറയുന്നത് ട്രംപിൻ്റെ മരുമകനാണ്. അവരെ കൂടാതെ പോളിസി ഉദ്യോഗസ്ഥർ, നിയമ സാമ്പത്തിക വിദഗ്ധരും ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. മധ്യസ്ഥരായിട്ട് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിനു ഹംദ് അൽ ബുസൈദിയാണ് പങ്കെടുത്തത്. റബീൽ ക്രോസി എന്ന് പറഞ്ഞ IAEAയുടെ ഡയറക്ടറും ഏറ്റവും ഒടുവിലായിട്ട് ചർച്ചയിൽ പങ്കെടുത്തു. രാവിലെയും വൈകുന്നേരമായിട്ട് 2 ഘട്ടത്തിലായിട്ട് വിശദമാക്കപ്പെട്ട ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഉപരോധം നീക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ച എന്ത് ചെയ്തു? ഇറാൻ ആവർത്തിച്ചു.
പ്രശ്നപരിഹാരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രശ്നപരിഹാരത്തിന് ഞങ്ങൾ തയ്യാറാണ്. വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ട് തങ്ങളുമായിട്ട് ഇടപെടുകയാണെങ്കിൽ തങ്ങൾ ഈ കാര്യത്തിനൊക്കെ തയ്യാറാണ് എന്നുള്ള ഇറാൻ ആമുഖത്തോടു കൂടിയാണ് ഈ പരിപാടി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസി മേധാവി റഫേൽ ക്രൂഷി പങ്കെടുത്ത ഈ പരിപാടിയിൽ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിൽ ടെക്നിക്കലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടെക്നിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് കൃത്യത ഇല്ലെങ്കിൽ ഏതെങ്കിലും തരം ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് തന്നെ അപായം സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് പറഞ്ഞത്. അതായത് ആണവായുധം നിർമ്മിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കരമായിരിക്കുന്ന അപകടം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. ആ പ്രവർത്തനത്തിന് കൃത്യമായിരിക്കുന്ന സുരക്ഷിതത്വം ഇല്ലെങ്കിൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കുക ആ രാജ്യം തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപാദിച്ചത്. അതിന് ഇറാൻ കൊടുത്ത മറുപടിയോടുകൂടി അയാൾക്ക് ഉത്തരമില്ലാതായി. ഇറാൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: തങ്ങളുടെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും രാജ്യത്തെ ആക്രമിച്ചു എന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നില്ല. അത് 12 ദിവസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലക്ഷ്യം സൈനിക മേധാവികളും ശാസ്ത്രജ്ഞരടക്കമുള്ള ആളുകളും അതോടൊപ്പം തന്നെ തങ്ങളുടെ ആണവ മേഖലയുമാണ്. തങ്ങൾ നിർമ്മിക്കപ്പെടുന്ന മേഖലയിലെ 3 ആണവ കേന്ദ്രങ്ങൾ, 3 ആണവ റിയാക്ടറിലോ അന്താരാഷ്ട്ര തലത്തിലൊക്കെ കൃത്യമായ രീതിയിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നിരന്തരം ആക്രമണം, ആ യുദ്ധത്തോടനുബന്ധിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് ലോകത്തിന് അറിയാവുന്നതുമാണ്. എന്നാൽ ആ ഒരു ആക്രമണം വേണ്ട രീതിയിൽ ഫലം കാണാത്തത് കൊണ്ടാണ് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആളുകൾ ഞങ്ങൾ ആക്രമിച്ചു എന്നല്ല. ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ പൂർണ്ണമായ രീതിയിൽ ഇറാൻ്റെ ആണവായുധങ്ങൾ തകർക്കപ്പെട്ടു എന്ന് അവർ സ്ഥിരീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ഞങ്ങൾ ആദ്യം സുരക്ഷിതത്വമാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ആദ്യം ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഉണ്ടാക്കിയത്. ഇത് ഡയലൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങളത് പഠിച്ചതിന് ശേഷം ഞങ്ങളത് ചെയ്തിരിക്കുന്ന ആദ്യത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആദ്യം അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി. പിന്നീട് 2ാം ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ അവർക്ക് എത്രത്തോളം ആയുധങ്ങളും സംവിധാനങ്ങളുമുണ്ട്, എത്രത്തോളം നശീകരണ ഈ സ്ഥിതികളുള്ള അല്ലെങ്കിൽ നശീകരണ ആയുധങ്ങളാണ് അവരുടെ കൈവശത്തിലുള്ളത് എന്നതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ബങ്കർ ബസ്റ്റർ ബോംബാണ്. ഈ ഭൂമി തുറന്നുകൊണ്ട് ഏകദേശം 500 മീറ്ററോളം താഴ്ചയിൽ ഭൂമി തുറന്നുകൊണ്ട് ആക്രമിക്കാൻ പറ്റുന്നതുകൊണ്ട് ചില റിപ്പോർട്ടിനകത്ത് 1.5 കിലോമീറ്ററോളം താഴ്ചയിൽ ഭൂമി തുറക്കാൻ പറ്റുന്ന ആയുധങ്ങളുണ്ട് എന്നും പറയുന്നു. ഏതായിരുന്നാൽ അത്രയും കിലോമീറ്റർ താഴ്ചയിൽ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ അമേരിക്കയുടെ കൈവശത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് എത്രത്തോളം താഴ്ചയിൽ ഭൂമി തുറന്നു പോകാൻ പറ്റുമോ അതിനേക്കാൾ 10 മീറ്റർ താഴ്ചയിലാണ് തങ്ങൾ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങളെ തൊടാൻ പോലും അമേരിക്കയ്ക്ക് സാധിക്കാത്തത്. അതോടുകൂടി കിളിപോയ രീതിയിൽ റാഫേൽ ക്രൂഷി ആയി എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ന്യായീകരണം ഇറാനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തോട് പറയാൻ അമേരിക്കയുടെ പ്രസിഡന്റിന് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നിങ്ങൾ എന്തിനാണ് ഇറാൻ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണോ? അതവർ ഡയലൂട്ട് ചെയ്യാൻ തയ്യാറാണ്. മാത്രവുമല്ല അവരുടെ കയ്യിൽ 60%, 60% കൊണ്ട് ആണവായുധം ഉണ്ടാക്കാൻ പറ്റില്ല. 90% അതിൽ കൂടുതലോ ആണ്. അത് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ അതിൻ്റെ തെളിവില്ല. പിന്നെ ഏത് കാര്യത്തിനാണ് ആക്രമിക്കുന്നത്? ഇസ്രായേലിന് വേണ്ടിയിട്ട് ആക്രമിക്കുകയാണോ? ന്യായീകരണം പറയാൻ പറ്റാത്ത വിധം വിയർത്ത് പോയി അമേരിക്ക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്താ അവർ ചെയ്ത് കൂട്ടിയതെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഈ ശ്രദ്ധ ചെലുത്തുന്ന രീതിയിലും പിന്തുണ കിട്ടുന്ന രീതിയിലും നാവുകൊണ്ട് പ്രയോഗങ്ങൾ നടത്തി തലച്ചോർ കൂട്ടിമുട്ടിക്കൽ യുദ്ധം എന്ന് പറയുന്ന പ്രവൃത്തികളൊക്കെ നടത്താറുണ്ട്. അതാണ് വെനിസുലയിൽ അമേരിക്ക നടത്തിയത്. അവരുടെ റഡാർ തന്നെ ഈ കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ ഏകദേശം 75ഓളം വിമാനങ്ങൾ തലങ്ങും വിലങ്ങും റഡാർ ഈ വെനിസുലയുടെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. നിരീക്ഷിക്കപ്പെടുന്ന സൈനികരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആകാശം നിറഞ്ഞുകൊണ്ട് ഈ വിമാനങ്ങൾ വരിക എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടാവാത്തതാണ്. ഒന്നൊക്കെ റഡാറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാണുന്നത് കൃത്യത അല്ല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായി. പിന്നീട് അവർ ബോംബ് സ്ഫോടനം നടത്തി എവിടെയാണ്? തലസ്ഥാന നഗരിയിൽ ആളില്ലാത്ത ബിൽഡിംഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക അവിടെ ബോംബ് സ്ഫോടനം നടത്തുന്നു. വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്നു, തീപിടുത്തം ഉണ്ടാകുന്നു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി അവർ രഹസ്യമാക്കി വെച്ചോന്നറിയില്ല. അപ്പോൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു വെനിസുലയുടെ അകത്ത്.
സൈനികർ ഒറ്റ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എളുപ്പമായി, പരിപാടികളൊക്കെ വളരെ എളുപ്പമായി. ഒരാൾ പോലും കൊല്ലപ്പെടാത്ത രീതിയിലാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയത്. സിനിമയെ പോലും വെല്ലുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നടന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇതിന് ബദലായിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതികൾ ഇറാൻ ഉണ്ടാക്കാൻ വേണ്ടി എളുപ്പം സാധിക്കുമെന്ന് മനസ്സിലാക്കിയ അമേരിക്ക എല്ലാ യുദ്ധ സംവിധാനങ്ങളും ഒരുക്കിയിട്ട്, പക്ഷേ യുദ്ധം ചെയ്യാൻ പേടിക്കുന്നത് ഇറാനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ആയുധം കൊണ്ട് മാത്രമല്ല, വാക്കുകൾ കൊണ്ടും പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി ജനീവയിലെ ഉച്ചകോടിയിൽ തെളിയിക്കുകയും ചെയ്തു.